ഇല്ല, ഇത്രയും നാളും സെലക്ട് ചെയ്ത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്റെ ഇത് ആരെ കൊത്തിക്കൊണ്ടുപോകാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. തിരിച്ചു വന്നത് കൺഗ്രാറ്റുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എന്റെ ഒരു പാഷനോ എന്തൊക്കെ ഒരു ഡ്രീമൊക്കെ മനസ്സിലൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ എന്റെ ആദ്യത്തെ സിനിമയിലേക്ക് ആക്സിഡന്റലി എത്തി. അതെ, എന്തോ ആരുടെയൊക്കെയോ ഭാഗ്യത്തിന് എത്തി. ഇന്ന് ഈ സിനിമയുടെ വിജയം ആഘോഷിക്കാൻ ഉച്ചയ്ക്ക് ഒരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 3-4 ദിവസം കൂടെ അത് ഡിലേ ആവും. എല്ലാ ത്രില്ലറും പോലെ ഒരു ഭയങ്കര ഫാസ്റ്റ് മൊണ്ടാജ്, ഭയങ്കര ലൗഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടുള്ള സിനിമകൾ, അത്തരത്തിലൊരു സിനിമ പ്രതീക്ഷിച്ച് ഇനി കാണാനുള്ള ആളുകൾ പോകരുത്. ജിത്തു ജോസഫിനോട് ചോദിക്കും. ഇല്ല ഇല്ല, ഞാനില്ല. റൂമറല്ലേ? ഇല്ല, ഞാനില്ല. ഡയറക്ടർ തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. ഓരോ സിനിമയുടെ വിജയവും വളരെ സ്പെഷ്യലാണ്. ഇടുന്ന എഫേർട്ട് സ്ക്രീനിൽ വരുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു ആ സിനിമ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലാണ് എന്ന് തിരിച്ചറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ജോഫിൻ എന്ന് പറഞ്ഞ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കറിന്റെ ഒരു മൈൽ സ്റ്റോൺ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 24 അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ ഇനിയുള്ള വർഷങ്ങൾ അങ്ങോട്ട്. ഡയറക്ടറാണ് നോർമലി ഇങ്ങനെ ഒരു സബ്ജക്ട് ചെയ്യുന്ന സമയത്ത്, കാരണം ഒരു നമ്മൾ ഫിലിം സെറ്റുകളിൽ നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഓൾറെഡി ഇറങ്ങിയ ഒരു സിനിമയിൽ ഇങ്ങനൊരു സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അതൊരു നല്ല എഫേർട്ട് വേണം, നല്ല റിസർച്ച് വേണം. എത്രത്തോളം ടഫായിരുന്നു ഇങ്ങനെ സബ്ജക്ട് ചെയ്യുന്ന സമയത്ത്? അത് തന്നെയായിരുന്നു ഈ സിനിമ ഇത്രയും ഡിലേ ആവാനുള്ള കാരണം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് 4 വർഷം എന്നുള്ള ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പ്രീസ്റ്റ് റിലീസായി 21 കഴിഞ്ഞ് 25 കൃത്യം 4 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത സിനിമ റിലീസാവുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഈ സിനിമ ചെയ്തെടുക്കാൻ എന്നുള്ളത്. ഇപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയുടെ ഒരു ക്ലറിക്കൽ ജോബ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുത്തു. ഇല്ല, ഇത്രയും നാളും സെലക്ട് ചെയ്ത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്റെ ഇത് ആരെ കൊത്തിക്കൊണ്ടുപോകാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസസ് എന്നൊക്കെ തന്നെ ഉണ്ടായ കുറെ മാറ്റങ്ങളാണ്. ഇപ്പോഴും സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഞാനാണ്, പക്ഷെ മൊത്തത്തിൽ ഒരടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. അതിന്റെ വ്യത്യാസങ്ങളായിരിക്കും. തുടരാൻ തന്നെയാണ് എന്റെ ആഗ്രഹം. നോക്കാം. കഴിഞ്ഞിറങ്ങി പുറത്തേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞു, ഒരുപാട് നല്ല മൊമെന്റ്സ് തിയേറ്ററിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെയുള്ള കയ്യടികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ തിരിച്ചു വന്നത് കൺഗ്രാറ്റുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്കും അതേപോലത്തെ ഒരു മെസ്സേജ് ഞാൻ അയച്ച ഒരു താങ്ക് യു മെസ്സേജ് റിപ്ലൈ ആയിട്ട് സെയിം മെസ്സേജ് എനിക്കും വന്നു. എന്തൊരു അപ്ഡേറ്റഡ് ആണെന്ന് ആലോചിക്കണം അദ്ദേഹം. അല്ല, എനിക്കിതിൽ സിനിമ കണ്ടവർക്കറിയാം ഇതിൽ മമ്മൂക്കയുടെ സമ്മതമില്ലാതെ സിനിമ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആലോചന എടുത്ത് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ മമ്മൂക്കയോട് സംസാരിച്ച് നോക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയോട് പറഞ്ഞ സമയത്ത് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞു അത് അതിനേക്കാൾ നല്ലത് ശരിക്കും ഉണ്ടായൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യം പറഞ്ഞു തന്നു. അതാണ് ആ സിനിമയുടെ ഒരു പോയിന്റിൽ വരുന്നത്. അത് ശരിക്കും നടന്ന സംഭവമാണ്. അവർക്കിടയിൽ നടന്ന സംഭവമാണ്. അത് സിനിമ കാണുന്നവർക്കത് മനസ്സിലാവാൻ എന്താണുള്ളത്. ഇപ്പോഴും ഞങ്ങൾ അതേ ഡിലേയിൽ തന്നെയാണ് ഉള്ളത്. അനുശ്വര 2025 തുടങ്ങി, ആദ്യത്തെ സിനിമ ഇറങ്ങി, നാളെ ഇനി അടുത്ത ചിത്രം ഇറങ്ങാൻ പോകുന്നു. എനിക്കൊരു ലക്കായിട്ട് തോന്നുന്നുണ്ടോ? ലക്കി സ്റ്റാർ തന്നെ വിളിക്കാല്ലേ? ലക്കൊന്നല്ല,
ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ലക്ക് ഉണ്ടോന്നല്ല, ഐ ആം വർക്കിംഗ് ഫോർ. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ സബ്ജക്ട് കേൾക്കുന്ന സമയത്ത്? സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞ് എനിക്ക് ഇപ്പൊ പടം കണ്ടപ്പോഴായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയതാണ്. ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത് എത്തി, അല്ലെങ്കിൽ ഈ ടീമിന് ആ ഒരു ക്യാരക്ടറിലേക്ക് എൻ്റെ മുഖം വന്നു എന്നുള്ളത് എനിക്ക് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പം സിനിമ ഇറങ്ങി റിവ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ക്യാരക്ടർ, ഈ പടത്തിലെ ക്യാരക്ടർ എന്നെ തേടി എത്തിയത് ഇപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ക്യാരക്ടറിൽ ഒരുപാട് ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗൊക്കെ ഇതേപോലെ ഞാൻ നടിയാവാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് നടിയാവണം, ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയ ഡയലോഗ്സ് ആണോ ഇതൊക്കെ? അങ്ങനെ ചിന്തിക്കുന്നതിന് മുന്നേ അത് സിനിമയിൽ വന്നു. അതെ അതെ, അത് സത്യമാണ്. അങ്ങനെ ഒരു നടിയാവണം എന്നൊക്കെ എൻ്റെ മൈൻഡിൽ പോലും ഒന്നുമില്ല. അതൊന്ന് എൻ്റെ ഒരു പാഷനോ എന്തൊക്കെ ഒരു ഡ്രീമൊക്കെ മനസ്സിലൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിലേക്ക് ആക്സിഡന്റലി എത്തി. അതെ, എന്തോ ആരുടെയൊക്കെയോ ഭാഗ്യത്തിന് എത്തി. പക്ഷെ ഇപ്പൊ സന്തോഷമുണ്ട്. ഇന്ന് ഈ സിനിമയുടെ വിജയം ആഘോഷിക്കാൻ ഉച്ചയ്ക്ക് ഒരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോ ഒരു 3-4 ദിവസം കൂടെ അത് ഡിലേ ആവും. ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട 2-3 ആളുകളുണ്ട്. പക്ഷെ അവരുടെ കാര്യങ്ങൾ, ഐ മീൻ ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മാനിച്ച് പറയുന്നില്ല. എങ്കിലും സെറിൻ, ഉണ്ണി, മേഘ, ഇവരെല്ലാരെയും പറ്റിയിട്ട് പറയണം എന്നുണ്ട്. പക്ഷെ അറിയാലോ, സിനിമ ഇനി കാണുമ്പോൾ, ഐ മീൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നവർക്ക് അത് ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സെറിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട, ആട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ്. ഒറ്റയ്ക്ക് ഒരു സിനിമ ഷോൾഡർ ചെയ്ത് വിജയിപ്പിച്ച ഒരാളും കൂടിയാണ്. അപ്പം സെറിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. ഇതുവരെ വരുന്ന എല്ലാ റിവ്യൂസിലും സെറിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിയും മേഘയും, മേഘ പ്രത്യേകിച്ച് ആദ്യത്തെ കാലഘട്ടം വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു എന്ന് എല്ലാവരും പറയുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഭാമ മറന്നതല്ല കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമറ്റോഗ്രാഫർ അല്ലേ, ക്യാമറ കൈപിടിച്ച് നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനെ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ആദ്യം ചെയ്തത് ലെവൽ ക്രോസ് ആണ്. അതിനുശേഷം ഈ സിനിമയിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. അപ്പു 2 വാക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ട ജോഫിനാണ്. കാരണം കമേഴ്ഷ്യൽ സിനിമയിൽ, എനിക്ക് മലയാള കമേഴ്ഷ്യൽ സിനിമയിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാണ്ട് തന്നെ എന്നെ ഇങ്ങനത്തെ ഒരു വലിയ പടത്തിൽ വിളിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജോഫിൻ. പിന്നെ കൂടെ നിന്ന് ആർട്ട് ഡയറക്ടർ ഷാജി നടുവിൽ, അതായത് ഇത്രയും നമുക്ക് പഴയ കാലഘട്ടമുണ്ട്, പുതിയ കാലഘട്ടമുണ്ട്. ഈ 60 ദിവസത്തിനുള്ള 90 ലൊക്കേഷനാണ് ഞങ്ങൾ കവർ ചെയ്തത്. അപ്പം ഓരോ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ 2 ലൊക്കേഷൻ പ്രെപ്പ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഹോൾ ടീം, ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദം. പിന്നെ ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ, ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടുള്ള ബേബി പണിക്കർ, പുള്ളിയായിരുന്നു ഒരു ഡയറക്ടോറിയൽ ടീമിൻ്റെ ഒരു നെടുന്തൂണായി നിന്ന ഒരു മനുഷ്യൻ. അതെ. അതേപോലെ കളറിസ്റ്റ് ബിജു പ്രഭാകർ. കാരണം ഞങ്ങൾക്ക് ഈ ഇതിൽ 2 കാലഘട്ടത്തിൽ തന്നെ ഒരു 3 ഡിഫറെൻറ്റ് ഫിലിം ലുക്സ് വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ സട്ടിലി അതിനെ കൊണ്ടുവരാൻ സഹായിച്ചത് ലിജുവിൻ്റെ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസാണ്. ഇവരെയാണ് ശരിക്കും എടുത്ത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ദ ഹോൾ ടീം, ലൈക്ക് ഇത്രയും ഗംഭീരമായിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ലൈക്ക് എല്ലാവരും പെർഫോമൻസ് എടുത്ത് പറയണമെന്നുണ്ട്. എനിക്ക് ഓരോ എണ്ണിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമ നമ്മൾ മാർക്കറ്റ് ചെയ്തത് തന്നെ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി ജോൺ റിപ്പോർട്ട് ഒരു സിനിമയായിരുന്നു. ഇതിൻ്റെ കഥ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ആ ഒരു പോയിന്റായിരുന്നു. ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങളൊക്കെ നല്ല ആർട്ടിസ്റ്റിനോട് ചെയ്തത്. സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ജോഫിനെപ്പോഴും പറയുന്നത് സിനിമയ്ക്ക് നല്ല സ്പീഡ് വേണം, സ്പീഡ് നറേഷനായിരിക്കണം. ഒരു കൊമേഴ്ഷ്യലി ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ആണ് നമ്മൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്. അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം നല്ല പ്രതികരണങ്ങളാണ് വരുന്നത്. അതുപോലെ നല്ല ടെക്നീഷ്യൻസും, അതുപോലെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, ആർട്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, മ്യൂസിക്, എല്ലാവരുടെ നല്ല കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട്
നമ്മൾ വർക്ക് ചെയ്ത സ്ക്രിപ്റ്റ് മികച്ച രീതിയിൽ സിനിമയായിട്ടൊരു ഔട്ട് വന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്ര വരെയാണ്. നന്ദി. ജോൺ പറഞ്ഞ പോലെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതില് എഡിറ്റർ ഷമീർ മുഹമ്മദിനെ പറ്റിയിട്ടാണ്. ഇപ്പം ഈ സിനിമ കണ്ട് കുറച്ചു പേരെങ്കിലും പറയുന്നുണ്ട് ഈ സിനിമയുടെ പേസിനെ കുറിച്ച്, സിനിമയ്ക്ക് കുറച്ചും കൂടെ സ്പീഡ് വേണമെന്ന്. നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു ഭയങ്കര സീറ്റഡ് ത്രില്ലർ അല്ല, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. അപ്പൊ അതിൻ്റെതായ സമയമെടുത്ത് തന്നെയാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്ത ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സമയം എടുത്തേ പറ്റുള്ളൂ. നമ്മളെല്ലാ ത്രില്ലറും പോലെ ഒരു ഭയങ്കര ഫാസ്റ്റ് മൊണ്ടാഷ്, ഭയങ്കര ലൗഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടുള്ള സിനിമകൾ, അത്തരത്തിലൊരു സിനിമ പ്രതീക്ഷിച്ച് ഇനി കാണാനുള്ള ആളുകൾ പോകരുത്. ഇതൊരു വ്യത്യസ്തത നിറഞ്ഞ സിനിമയെന്നല്ല, ഇതൊരു പുതിയ സിനിമയാണ്, ഇതൊരു പുതിയ നരേറ്റീവാണ്. അപ്പോൾ ആ സമയമെടുത്ത് തന്നെ കണ്ട് മനസ്സിലായി ഓരോ ഇമോഷൻസും, പ്രത്യേകിച്ച് അനശ്വരയുടെ ക്യാരക്ടറിനോട് ഉണ്ടാവേണ്ട ഒരു ഇമോഷൻ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞ് എടുക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പൊ അത്രയും സമയം എടുത്ത് തന്നെ പറയേണ്ട ഒരു സിനിമയാണ്. ഇപ്പൊ ഷമീറിനെ പറ്റി പറയുമ്പോൾ ഷമീർ മാർക്കോ എഡിറ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ റിസർവ് ചെയ്യുന്ന ഒരു നരേഷനിലേക്ക് ഈ സിനിമയെ കൊണ്ടുവന്ന ആ സമയമെടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പോയം പോലെ എഡിറ്റ് ചെയ്ത ഒരു സിനിമയാണിത്. അപ്പോൾ ഇനി ഒരുപാട് റിവ്യൂസ് കേട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിനോടകം തന്നെ ഒരുപാട് നല്ല റിവ്യൂസ് സിനിമയെ കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓവർ എക്സ്പെക്ടേഷനിൽ പോകുമ്പോൾ പലപ്പോഴും പേസ് അല്ലെങ്കിൽ സിനിമയുടെ ഡ്യൂറേഷൻ ലെങ്ത് കൂടുതലാണെന്ന് നമ്മൾ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ ലാഗ് ഉണ്ടെന്നൊക്കെ തോന്നാം. പക്ഷെ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു പേസ് എടുത്തിട്ടുണ്ട്, അത് മനഃപൂർവ്വം എടുത്തത് തന്നെയാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെന്ന് ഓർക്കരുത്. സെറിൻ എന്തിനും പറയും. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ആട്ടവും റിലീസായത്. ഇതേ സമയത്ത് അടുത്ത വർഷം ഒരു പടം നമുക്ക് ചെയ്യാം. പിന്നെ ഇതിന്റെ ഷൂട്ട് ചെയ്ത സമയത്തായിരുന്നു എനിക്ക് ആർട്ടിന്റെ അവാർഡ് കിട്ടിയത്. അപ്പോ പിന്നെ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചു. ആൻഡ് ഞാൻ ശരിക്കും മനുഷ്യരുടെ കൂടെ പെർഫോം ചെയ്തു, എനിക്ക് എൻജോയ് ചെയ്തു ക്യാരക്ടർ പറ്റിയ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഓരോ വർഷവും നല്ല തുടക്കം സിനിമയിലൂടെ ആവട്ടെ എന്നാണ് ആഗ്രഹം. ആട്ടത്തില് അതല്ല അതിന്റെ പോയിന്റ്, ഇതൊരു മനസ്സിലായില്ല. അതായത് ഈ രണ്ട് സിനിമയില്ല, ആട്ടമാണെങ്കിലും ഇപ്പൊ രേഖാചിത്രമാണെങ്കിലും സെറിന്റെ കഥാപാത്രത്തിന് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവനൊരു ശരി ഉണ്ട്, ആ ശരിക്ക് അവസാനം വരെ കട്ടക്കി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. ജീവിതത്തിൽ ഇങ്ങനത്തെ ഏതെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്ന് ജീവിതത്തിൽ കുറെ ഇതുപോലത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കുറച്ച് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ പെർഫോമൻസ് പറ്റുന്നത്ര റിലേറ്റബിൾ ആക്കണം എന്നാണ്. ബട്ട് രണ്ട് ക്യാരക്ടേഴ്സും അവരുടേതായ ശരിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. ബോത്ത് സ്ട്രോങ്, അവരുടേതായ രീതിയിൽ അവർ രണ്ടുപേരും സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആണ്. ആൻഡ് ആട്ടം കണ്ടതിന് ശേഷം എനിക്കിത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസം ഡയറക്ടറിനുണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നല്ല ചോദ്യമായിരുന്നു. ഇത്രയും വലിയൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റിയൊരു ഒരുപാട് സന്തോഷം. പിന്നെ ആസിഫ ഇവിടെ അഭിനയിക്കാൻ പറ്റിയാലും അതേപോലെ ജോഫി, താങ്ക് യു. ജോഫിയാണ് ഇതിനെ കാസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ എല്ലാ ടീമും, അസോസിയേറ്റ്സ് ആണെങ്കിലും പ്രൈമേറ്ററും ആസിഫ്, ഇങ്ങനെ എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് സിനിമയിലേക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സമയത്തൊക്കെ വലിയ താങ്ക്സ് വേണമെന്ന് തോന്നുന്നു. പിന്നെ ഇനിയും ഇതേപോലെ നല്ല നല്ല സിനിമകളുടെ ഭാഗമാണെന്നും കുറച്ചുകൂടി നല്ല മുമ്പോട്ട് പോകണം എന്നൊക്കെയാണ് ഭയങ്കര ആഗ്രഹം. അപ്പം അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അസുഖാൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ച് ദിവസം കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞവർ ഇപ്പൊ കുറെ റിവ്യൂസ് വന്നു തുടങ്ങി. ഒരുപാട് പേര് പറയുന്നുണ്ട് അച്ഛനായി. താങ്ക് യു. ഉണ്ണി അതിനെ പറ്റി കഴിഞ്ഞ ദിവസം ഫാൻസ് മീറ്റിൽ ഇങ്ങനെ ആസിഫ പറഞ്ഞായിരുന്നു, ഇനി ഉണ്ണിയെ കാണുമ്പോൾ ഒരാൾ പോലും ഷോർട്ട് ഫിലിം അഭിനയിച്ച നായകൻ എന്ന് പറയത്തില്ല, അതിനെ മാറ്റി പറയും, സിനിമയിലെ നായകൻ എന്ന് തന്നെ പറയുമെന്ന് പറയും. കഴിഞ്ഞിടെ തന്നെ രേഖയിൽ തന്നെ അത് ഓൾറെഡി അങ്ങനെ രജിസ്റ്റർ ചെയ്തായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു താമസം വന്ന പോലെ തോന്നിയിരുന്നു അതേപോലെ ഒരു പടം വരാൻ വേണ്ടിയിട്ട്. ഉറപ്പായിട്ടും. കാരണം ഞാൻ രേഖ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചായിരുന്നു ഇനി രക്ഷപ്പെടും,
പക്ഷേ അത് കഴിഞ്ഞപ്പോഴും എന്നെ ആളുകൾ തിരിച്ചറിയുന്നത് ഷോർട്ട് ഫിലിമിലെ നായകൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ ആസിഫ് ഖാൻ പറഞ്ഞ കമന്റ് ഇന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ പറഞ്ഞ മെസ്സേജ് നടൻ നീ മാറി, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം കറക്റ്റായി എന്ന് പറഞ്ഞിട്ടാണ് വരുന്ന മെസ്സേജുകൾ മൊത്തം അങ്ങനെയാണ് വരുന്നത്. പിന്നെ കുറേ റിവ്യൂവേഴ്സ് ആണെങ്കിലും അത് ഇപ്പം കുറേ യൂട്യൂബ് വീഡിയോസ് ആയിട്ട് എനിക്ക് മെൻഷൻ ചെയ്ത് തരുന്നുണ്ട്. ആ പറഞ്ഞത് അച്ചോട്ടമായി ഇത് കറക്റ്റായി എന്ന് പറയുന്നത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നായിക എന്ത് ചെയ്തിട്ട് ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് ഇത്രയും നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് ഞാൻ ഇത്രയും നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിന് വലിയ സന്തോഷം. പിന്നെ ഇത്രയും വലിയ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിലും വലിയ സന്തോഷം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ചിത്രത്തിന്റെ നമ്മൾ പ്രൊമോഷൻസിന്റെ സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ആക്ച്വലി പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോറി. അതെ, അപ്പോൾ പ്രൊമോഷൻസിന്റെ സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ആ സമയത്ത് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റിലീസ് ആയി കഴിഞ്ഞിട്ട് പോലും ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ സ്ക്രീനിൽ ഉണ്ടായിരുന്നു, നിങ്ങൾക്കത് മനസ്സിലായി കാണും. ആൻഡ് ഈ പ്രോജക്റ്റിൽ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ജോഫിൻ, താങ്ക് യു സോ മച്ച് എന്നെ ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്തതിന്. ഈ കഥ പറഞ്ഞത് എൻ്റെ അടുത്ത് ജോൺ കഥ പറഞ്ഞതുകൊണ്ടാണ് അതങ്ങനെ രേഖാചിത്രം. അപ്പോൾ ചേട്ടാ താങ്ക് യു സോ മച്ച്, ഐ ലുക്ക് വെരി ഗുഡ്. ആൻഡ് ഒബ്വിയസ്ലി ആസിഫിന്റെ കൂടെ വർക്ക് ഒത്തിരി ആഗ്രഹിച്ച് വൺ ഓഫ് ദ ആക്ടർ ദാറ്റ് ഐ വാണ്ടഡ് ടു വർക്ക് വിത്ത് ആസിഫ് ആയിരുന്നു. ഐ കുഡ് വർക്ക് വിത്ത് ആസിഫ്. താങ്ക് യു ആസിഫ്. അനശ്വര, thank you so much. It was really nice working with you. Zarif, loved being with you. Mama, nice knowing you. ഉണ്ണിനെ ആകെ ഒറ്റൊരു പ്രാവശ്യം മറ്റേ പറയല്ലേ, ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഭവം എന്ന് വെച്ചാൽ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് രേഖാചിത്രത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് വി വർ സോ ഇൻവോൾവ്. ദിസ് ഇസ് ഹൗ ദ സെറ്റ് വാസ്. ആൻഡ് ദെൻ ലാസ്റ്റ് നമ്മുടെ ഈ സിനിമ ഔട്ട് വന്നപ്പോൾ ഇതിന്റെ ഔട്ട് കാണുമ്പോൾ ആൻഡ് ദെൻ ഹൗ പ്രേക്ഷകർ ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നല്ലൊരു റിയലി ഹാപ്പി ഫ്രം വിത്തിൻ. താങ്ക് യു സോ മച്ച് ഫോർ എവറിബഡി കമ്മിങ് ഹിയർ ആൻഡ് വാച്ചിങ് അവർ സിനിമ. ഐ ഹോപ്പ് ഇപ്പൊ കേക്ക് ആണെങ്കിൽ താങ്ക് യു, നന്ദി, നമസ്കാരം. ഇതിനു മുമ്പ് ക്രൗൺ പ്ലാസ ഒരു വട്ടം വന്നപ്പോൾ ഉണ്ടായ ആ ഇൻസിഡന്റിന് ശേഷം മലയാളികൾ എല്ലാവരും ആസിഫയ്ക്ക് ചേർത്ത് നിർത്തി. അതിന് അദ്ദേഹം ആസിഫിക മറുപടി തിരിച്ച് നന്ദി പ്രകടിപ്പിച്ചത് കിഷ്കിന്ധാകാന്ഡം എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെയായിരുന്നു. അപ്പോൾ മലയാളികൾ അങ്ങിൽ വിശ്വസിച്ച ആ ഒരു വിശ്വാസത്തിനും ആ സ്നേഹത്തിനും 2025 വീണ്ടും തുടർച്ചയായിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ശ്രമിക്കുന്നതാണ്. എത്ര പറഞ്ഞാലും അങ്ങനെ നന്ദി പറഞ്ഞ് തീർക്കാനുള്ള ഒരു ബന്ധമല്ല. അപ്പോൾ നല്ല നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതാണ് എന്നെ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകരോട് എപ്പോഴും കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്നെ വിശ്വസിച്ച് പൈസ മുടക്കുന്ന നിർമ്മാതാവിനോടും അതിനെ മേൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതായിരുന്നു എപ്പോഴും ഉള്ള ആഗ്രഹം. ഇപ്പോഴും അത് തന്നെയാണ്, ഇനി അങ്ങോട്ടും അത് തന്നെയായിരിക്കും. അപ്പൊ രേഖാചിത്രം സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റിലും നേരെ വന്ന് നിങ്ങളെ കണ്ട് ഇത് ചൂടോടെ ആഘോഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്ര ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പ്രസ് മീറ്റ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോ ഇവിടെ വന്നതിനും ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ സിനിമയുടെ ഒരു വിജയം അറിയിച്ചതിനും നിങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ ഇനി കാണാനുള്ള പ്രേക്ഷകർ സ്പോയിലേഴ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ സിനിമയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ അറിയുന്നതിന് മുന്നേ തന്നെ പോയി തിയേറ്റേഴ്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു. വീണ്ടും ഉടനെ കാണാം. അടുത്ത് എന്തായാലും ഇത്രയും ലേറ്റ് ആവില്ല. അപ്പോൾ 1-2 സബ്ജക്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. സഞ്ജയ് അവരോടൊപ്പം ഒരു സബ്ജക്റ്റും ഐഡന്റിറ്റിയുടെ സംവിധായകൻ അഖിൽ പോളിനൊപ്പം ഒരു സബ്ജക്റ്റും വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലല്ല, ആക്ച്വലി ഇതിൽ ജോൺ പോൾ സാർ എന്നെ ഞാൻ ഫിലിം മേക്കിംഗ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ എനിക്ക് ജോൺ പോൾ സാർ
നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കഥ ഞാൻ കുറേ സമയത്ത് പറഞ്ഞു 2018 ഇതിൻ്റെ കഥ വരുന്നത്. അതിനുശേഷം ഇതിൻ്റെ തിരക്കഥയുടെ സമയത്ത് 2021 ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം അപ്പോൾ ഞാൻ ജോൺപോൾ സാർ കഥ പറയേണ്ട ആവശ്യം വന്നപ്പോൾ സാറ് കോട്ടയത്തെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഏകദേശം 6-7 മണിക്കൂർ ഇരുന്ന് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ച് ശരിക്കും ഇപ്പം കാണുന്ന പോലെ അല്ല അവിടെ ജോൺപോൾ സാർ വരേണ്ടിയിരുന്നത്. ജോൺപോൾ സാറ് ഇതിലൊരു ക്യാരക്ടറായിട്ട് ഇപ്പോൾ ഈ സിനിമയിൽ മറ്റു പലരും വന്ന പോലെ വന്ന് ഒരു നിർണായക കാര്യങ്ങൾ തരേണ്ട ഒരു അങ്ങനെയാണ് ആ എപ്പിസോഡിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡിലേ ആയ സമയത്താണ് പെട്ടെന്ന് സാറ് മരിച്ചു പോയത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് മുന്നോട്ട് പോകുന്ന അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ജോൺപോൾ സാറുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയിൽ നിന്നാണ് പിന്നീട് അത്തരത്തിലേക്ക് ഒരു എപ്പിസോഡിലേക്ക് മാറ്റിയത്. ഇതിലെ അത് ശരിക്കും നടന്നതാണോ അതിലോ മമ്മൂക്കനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറെ കാര്യങ്ങൾ തിരുത്തി ചെയ്തതാണോ അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലുള്ളത് ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയൊരു കഥയാണ്. കാരണം അതിൽ 2 സിനിമകളുടെ റെഫറൻസ് ഒക്കെ വരുമ്പോൾ അത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. അതില് ഒരു സിനിമയുടെ കാര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഇതിനകത്ത് ജഗദീഷ് ചേട്ടന്റെ സീൻസുകളൊക്കെ ഉണ്ട്. അത് ശരിക്കും അങ്ങനെ കാരണം നമ്മൾ കേട്ടിട്ടുണ്ട്, സ്റ്റോറീസ് കേട്ടിട്ടുണ്ടായിരുന്നു. ജഗദീഷ് ചേട്ടന്റെ സീൻസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയെ പറ്റി പറയുന്നത് ഈ സിനിമയ്ക്ക് യാതൊരുവിധ ട്വിസ്റ്റോ അങ്ങനെ ഭയങ്കര ഹൈ മൊമെന്റ്സോ ഒന്നുമുള്ള സിനിമയല്ല. ഈ സിനിമ ആൾക്കാർക്ക് വർക്കാവുന്നത് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഒരു ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള പുതുമയാണ്. അത് നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ നഷ്ടപ്പെടും. അതില് ഏറ്റവും ഇതായിട്ട് മമ്മൂക്കേനോ എല്ലാവരും മമ്മൂട്ടി ചേട്ട എന്ന് വിളിക്കുന്ന ഒരു സംഭവം അത് ഭയങ്കര ഇതായിട്ടാണ് തോന്നുന്നത്. കമ്പണി എന്ന് പറയല, കമ്പണിക്കുട്ടി എന്നല്ലേ അങ്ങനെ എന്തോ അതാണ് ആസിഫിക്ക ശരിക്കും ഞങ്ങൾ ശരിക്കും ആഡിയോ സമീക ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടെ പ്രതീക്ഷിച്ചത് മേഡം മച്ചാനെ എന്ന് വിളിക്കുന്ന ടൈപ്പ് ഒരു കഥാപാത്രമായിരുന്നല്ലോ അത്. അപ്പം അതേപോലത്തെ പ്രതീക്ഷിക്കുന്ന ഒരു അടിച്ചു വിളിക്കുന്ന ഒരു കഥാപാത്രത്തിൽ വരുന്ന സിനിമ പ്രതീക്ഷിക്കാൻ എനിക്ക് ഞാനും അതിനാണ് വെയിറ്റിംഗ്. എനിക്ക് എന്തോ ഈയിടെയായിട്ട് വരുന്നതെല്ലാം കുറെ സീരിയസ് പടങ്ങളാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾ ഇന്ന് സിനിമ കഴിഞ്ഞിറങ്ങി വനിതയിൽ നിന്ന് സിനിമ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരു ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നത്, സുലേഖ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി കരയുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്തു സിനിമ കണ്ട് അതിന്റെ ഇമോഷനിൽ കരയുന്നതാണെന്ന് ഓർത്തു. അടുത്ത് ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി ഒരു 2 ഷോട്ടുള്ളൊരു സീനിൽ അഭിനയിച്ചിരുന്നു. പക്ഷെ നമ്മൾ പല സമയത്തും സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിൽ പോയി. അപ്പൊ ചേച്ചിയുടെ കൂടെ കുറെ പേര്, ചേച്ചിയുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ സിനിമയ്ക്ക് വന്നിരുന്നു. പക്ഷെ ചേച്ചി സിനിമയിലില്ല എന്നുള്ളത് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. അത് ഭയങ്കര വിഷമമുണ്ടാക്കി അവർ ഒത്തിരി വിഷമിച്ച് കരയുന്നത് കണ്ടു. അപ്പൊ ചേച്ചി ഇന്ന് ആക്ച്വലി ഒന്ന് പ്രസ് മീറ്റിൽ കൊണ്ടുവന്ന് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പൊ സുലേഖ എന്നാണ് അവരുടെ പേര്. എന്റെ ഭാഗത്ത് പറ്റിയ ചെറിയ മിസ്റ്റേക്ക് ആണ്. ഞാൻ അത് അവരോട് പറയണമായിരുന്നു. അപ്പൊ ഇനി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വരും ദിവസങ്ങളിൽ എഡിറ്റ് ചെയ്ത സീൻ സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യാൻ ജോഫിൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സിനിമയിൽ എനിക്ക് അത്തരത്തിലൊരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ്. കാരണം ഈ സിനിമയുടെ കഥ പറയുന്നത് അത്തരത്തിൽ ഒരുപാട് സിനിമയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കഥയായിരുന്നു. പക്ഷെ അത് എനിക്ക് അവരെ അത് അറിയിക്കാൻ പറ്റിയില്ല. ഞാൻ വിട്ടുപോയി. അത് ലാസ്റ്റ് മിനിറ്റിലെ ഒരു ട്രിമ്മി വന്ന സമയത്ത് ട്രിം ചെയ്ത് പോയതാണ്. അവരാണെങ്കിൽ കുറേ ആൾക്കാരുമായിട്ട് വന്ന് ഭയങ്കര ഇമോഷണലായിട്ട് എനിക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് എനിക്കും ഭയങ്കര ആ സിനിമയുടെ കേട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്കത് വിഷമമായി പോയി. അപ്പോൾ ചേച്ചി ഇപ്പോൾ വരണമെന്ന് വിചാരിച്ചു, പക്ഷേ എത്തിയിട്ടില്ല. അപ്പോൾ ചേച്ചിയുടെ പേര് സുലേഖാനാണ്. ഉടനെ തന്നെ ആ ചേച്ചിക്ക് മികച്ചൊരു വേഷം, ചേച്ചിയെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു വേഷം ഞങ്ങൾ ആരെങ്കിലും അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സിനിമയിൽ കൊടുക്കുന്നതായിരിക്കും. അത് ആ ചേച്ചിക്ക് അങ്ങനെയെങ്കിലും സന്തോഷമാവാൻ അല്ല ബോഡി
കുഴിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആസിഫിക മാത്രം കൈ കുറയുന്നതില്ലാതെ ഓൾറെഡി അത് ചാടി ചാടി നിൽക്കുന്ന പയ്യനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. എന്താ പറയുക, നമ്മൾ ചില സിനിമകൾ പറയുമ്പോൾ അത് സിനിമാറ്റിക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് നമ്മൾ ടൂ മച്ച് ലോജിക്ക് നോക്കുന്നതിൽ കാര്യമില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും ആ ഒരു മൊമെന്റിനും ഓഡിയൻസിലേക്ക് കിട്ടുന്ന ഒരു ഫീലിന് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് നമ്മൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞതൊന്നുമല്ല, അങ്ങനെയല്ല. അത് സിനിമ ചില ഇമോഷൻസും ചില സീനും അങ്ങനെ ആയിരിക്കണം. എല്ലാത്തിനും നമുക്ക് കൃത്യമായ ലോജിക്ക് സിനിമയിലേക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥ പറഞ്ഞു പോകുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുഴിന്ന് ഇതെടുക്കുന്ന കാര്യം, ഈ ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നത് ആസിഫൊക്കെ കുഴിന്നൊരു ഓടിയെടുത്ത സിനിമയുടെ ഭാഗ്യം ലെക്കെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എടുത്തേക്കുന്ന സിനിമകളൊക്കെ മുന്നേ വിജയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് അതെ കുഴിച്ചിട്ടത് കുഴിച്ചിട്ട സ്ക്രിപ്റ്റുകൾ കൊണ്ടുവരാം. ജിത്തു ജോസഫിനോട് ചോദിക്കും. ഇല്ല ഇല്ല ഞാനില്ല. റൂമറല്ലേ? ഇല്ല ഞാനില്ല. ഒരു സ്ക്രിപ്റ്റ്, ഈ രേഖാചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു ത്രില്ലർ സിനിമകളിൽ സ്വാഭാവികമായിട്ടും ആസിഫിക ലീഡ് ചെയ്യുന്ന ഒരു ആക്ടർക്ക് ഒരുപാട് ഡൗട്ട് തോന്നും. ഈ ഡൗട്ടൊക്കെ ക്ലിയർ ആവാൻ എത്ര സമയം എടുക്കും? എനിക്ക് കിട്ടിയ ഫസ്റ്റ് നറേഷൻ തന്നെ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ഞാനൊരു സിനിമ കാണുന്ന പോലെയാണ് ഇതിന്റെ ആദ്യത്തെ നറേഷൻ തന്നെ കിട്ടിയത്. അതിനുശേഷം ഒരു ഓൾമോസ്റ്റ് 80% കംപ്ലീറ്റ് ആയ ഒരു സ്റ്റേജിലാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ് ഓരോ സ്റ്റേജിലും കൃത്യമായ ക്ലാരിറ്റി തന്ന് ഇതിന്റെ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി വരെ ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇന്നിപ്പോ പറയാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആൻഡ്രൂ എന്ന് പറയുന്ന മൈൻസ്റ്റേ എന്ന് പറയുന്ന നമ്മുടെ VFX ആർട്ടിസ്റ്റ്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അത്ര എളുപ്പമല്ല. നമുക്ക് ഇവിടെ ഭയങ്കരമായിട്ട് വിജയിക്കാത്തൊരു പരിപാടിയാണ് നമ്മളത്. പ്രത്യേകിച്ച് ആൻഡ്രൂ അത് ഭയങ്കര നന്നായി ചെയ്തു തന്നു. ഒരുപാട് സമയം എടുത്തു, നമ്മളത് നല്ല രീതിയിൽ ചെയ്തു തന്നു. അതേപോലെ തന്നെ JD എന്ന് പറയുന്ന ജയദേവൻ സൗണ്ട് ഡിസൈനർ, കഴിഞ്ഞ വർഷത്തെ ഉള്ളൊഴുക്കിന് സംസ്ഥാന അവാർഡ് നേടിയ JD വളരെ മികച്ച രീതിയിൽ ഇതിൽ സൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുജീബ് ഇല്ല. കിഷ്കിന്താനത്തിന് ശേഷം മുജീബ് ചെയ്യുന്ന സിനിമയാണത്. ഇനിയുള്ള കാലത്ത് മലയാള സിനിമയുടെ ഏറ്റവും മികച്ച മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളായിട്ട് മാറാൻ പോകുന്ന ഒരാളാണ് മുജീബ്. ഇനി തൊട്ടടുത്ത് ചെയ്യാൻ പോകുന്നത് വലിയൊരു സിനിമയാണ്. അത് അവർ അനൗൺസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് മുജീബ് എന്ന് പറയുന്നൊരു ആളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. അതിനുള്ളൊരു സൂചനയാണ് കിഷ്കിന്താണ്ടും ജയകായത്രവും. മുജീബോടെ ഇല്ല. ഈ സിനിമ നടത്തിയെടുക്കാൻ കുറച്ച് പണിയുള്ള സിനിമയാണ്. ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കൊരു ലിമിറ്റഡ് ദിവസങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചാർട്ട് ചെയ്തിട്ടാണ് ഷൂട്ട് തുടങ്ങുന്നത്. ഈ 90 അപ്പോൾ പറഞ്ഞാൽ 90 ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ദിവസവും രാവിലെ നേരത്തെ തുടങ്ങി രാത്രി വൈകി അവസാനിച്ച് പിറ്റേ ദിവസം 2 മണിക്കൊക്കെ രാത്രി നിർത്തി പിറ്റേ ദിവസം 8 മണിക്കൊക്കെ വീണ്ടും തുടങ്ങി. അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ടീമിലെ എൻ്റെ ഡയറക്ഷൻ ടീമിലെ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടിരുന്നു. അതുപോലെ അപ്പൂൻ്റെ ടീമിലെ എല്ലാവരും. എടുത്തു പറയുന്നത് ബേബി ചേട്ടൻ, പ്രേമേട്ടൻ, എൻ്റെ ADs ആയിട്ട് നിൽക്കുന്ന എല്ലാവരും, അപ്പൂൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും, അങ്ങനെ ബാക്കി ആർട്ടിസ്റ്റുകൾക്കൊക്കെ പല സമയങ്ങളിലും റെസ്റ്റ് കിട്ടുമെങ്കിലും ഈ ടീമിനൊന്നും അതുപോലെ സിനിമയുടെ യൂണിറ്റ് അവർക്കൊന്നും അങ്ങനെ റെസ്റ്റ് കിട്ടില്ല. ഈ 2 മണിയിൽ പോയാലും പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഇവരെല്ലാം എത്തണം. അപ്പം അങ്ങനെ ഒരു ടീമായിട്ട് 60 ദിവസം നിന്നിട്ടാണ് ഒപ്പം നിന്നുകൊണ്ടാണ് ഈ സിനിമ ആ ഒരു പീരീഡിൽ ഞങ്ങൾക്ക് ഇങ്ങനെ തീർക്കാൻ പറ്റിയത്. അവരോട് എല്ലാവരോടും നന്ദി ഞാനിപ്പോൾ പറയുന്നു. ടൈറ്റിൽ ജസ്റ്റ് റിവീൽ ചെയ്തോളൂ. ഇനി ഓരോന്നായിട്ട് തരാം. എല്ലാം കൂടെ ഒറ്റയടിക്ക് വന്നാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള അവസരം നോക്കാം. ജിത്തു ജോസഫ് സർ ഏത് ടൈപ്പ് ഓഫ് സിനിമ ചെയ്യാനാണ് ഇഷ്ടം? അല്ലേ? അങ്ങനെ തന്നെ പോട്ടെ. ശരി, താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളിലൂടെയാണ് ഈ ലോകം അറിയുന്നത് സിനിമയെ കുറിച്ച്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.
ആസിഫയ്ക്ക് എത്രയും പ്രിയപ്പെട്ടതാണല്ലോ മമ്മൂക്ക. അതേപോലെ തന്നെ മമ്മൂക്ക ആരാധകർക്ക് പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ നിങ്ങൾ മൂന്നുപേരും ഒന്നിക്കുന്ന ഒരു സിനിമ പ്രതീക്ഷിക്കാൻ കഴിയുമോ? രണ്ടുപേരോട് വേണം. അതുപോലെ തന്നെ മമ്മൂക്ക ഫാൻസിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പം അവർക്ക് വേണ്ടി, മമ്മൂക്ക ആരാധകർക്ക് വേണ്ടി മമ്മൂക്കയെ വെച്ച് നിങ്ങൾ മൂന്നുപേരും ഉള്ള ഒരു സിനിമ പ്രതീക്ഷിക്കാം. ഒന്നും കാര്യമില്ല, ഞാൻ പറഞ്ഞില്ല 2 സബ്ജക്റ്റുകൾക്ക് നടക്കുന്നുണ്ട്. നേരെ അങ്ങോട്ട് പോയാൽ Thank you.